എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മള് നാളെ പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാ ആശംസകളും. അപ്പൊ നിങ്ങൾ നന്നായി പരീക്ഷ എഴുതുക. കുറച്ച് എന്താ പറയാ, നമുക്ക് കൂടുതൽ ടെൻഷൻ വേണ്ട. നമുക്ക് എന്തായാലും നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പോണം. പിന്നെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ HSSTക്ക് ആദ്യമേ ചോദിച്ച ഒരു 100 ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ഞാൻ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി തരുന്നത്. എന്താണ്, തിയറി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 100 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതെന്തായാലും നിങ്ങൾ നോക്കിപ്പോണം. കാരണം 1-2 മാർക്കായാലും ഇതിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് മുന്നിൽ വരും. അപ്പൊ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസിൽ നമ്മൾക്ക് ഇത് ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ദ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 given by r equal to set of all 1 1 2 2 3 3 1 2 2 1 is. എന്താണെന്നാണ് ചോദിക്കണേ. അപ്പൊ ഇത് ഇക്വാലൻസ് റിലേഷൻ ആണോ, റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, അതോ ഇക്വാലൻസ് റിലേഷൻ ആണോ? ഇക്വാലൻസ് റിലേഷൻ ആവണമെങ്കിൽ എന്ത് വേണം? ഇതെല്ലാം ചെയ്യണം അല്ലെ. റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, ട്രാൻസിറ്റീവ് ആവണം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് നോക്കൂ, 1 1 2 2 3 3 1 2 2 1. ഇതെങ്ങനെയാണ് പറയാ? റിഫ്ലെക്സീവ് ആവണമെങ്കിൽ നമുക്ക് എന്താണ്, എനോട് തന്നെ റിലേഷൻ ചെയ്യണം അല്ലെ. അപ്പോൾ 1 1 1 ഉണ്ട്, 2-ലാണെച്ചെങ്കിൽ 2 2 ഉണ്ട്, 3-ലാണെച്ചെങ്കിൽ 3 3 ഉണ്ട്. അപ്പൊ ഇത് റിഫ്ലെക്സീവ് ആണ് എന്ന് പറയാൻ സാധിക്കും അല്ലെ. റിഫ്ലെക്സീവ് ആണ്. ഇനി എന്താണ്, സിമെട്രിക് ആണോ എന്ന് നോക്കാൻ എന്താ ചെയ്യണ്ടേ? സിമെട്രിക് ആണെച്ചെങ്കിൽ എ റിലേറ്റഡ് ടു ബി ആണെച്ചെങ്കിൽ ബി റിലേറ്റഡ് ടു എ ആവണം. അതായത് 1 2 ഉണ്ട് വെച്ചെങ്കിൽ 2 1 വേണം. അപ്പൊ അങ്ങനെയുള്ളതും ഇതിൽ കറക്റ്റ് ആണ്. അപ്പൊ സിമെട്രിക് ആണ്. ഇനി എന്താണ്, ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണം. അതെങ്ങനെയാണ് ട്രാൻസിറ്റീവ് ആവണമെന്ന് നോക്കുക. 1 2 ഉണ്ട്, 2 1 ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് എന്ത് വേണം? 1 1 വേണം. അത് ഇതിലുണ്ട്. അപ്പൊ നമുക്ക് എന്താവാം, അത് ഏതാണെന്ന് പറയാം, ട്രാൻസിറ്റീവും ആണെന്ന് പറയാം. അപ്പൊ അത് ഏത് റിലേഷൻ ആണ്? ഇക്വാലൻസ് റിലേഷൻ ആണ്. അപ്പൊ ഡി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. ഞാൻ പരമാവധി ഒരു ചെറിയ ഒരു എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കിട്ടാത്തവർക്ക് അതൊന്നും കൂടി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x ദെൻ എഫ് ഈസ്. എന്താണ് ആൻസർ വരിക? എക്സ്പ്ലനേഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ബോത്ത് 1 1 ആൻഡ് ഓൺ 2 എന്നാണ് വരിക. കാരണം എന്താണ്, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് 3x1 ഈക്വൽ ടു 3x2. അപ്പൊ x1 ഈക്വൽ ടു x2. അപ്പൊ 1 1 ആണ്. ഇനി ഓൺ 2 ആണെന്ന് നോക്കാൻ, y ബിലോങ്സ് ടു r, x ഈക്വൽ ടു y/3 ആവുമ്പോ എഫ് ഓഫ് x ഈക്വൽ ടു y. സോ ഓൺ 2 ആണ്. അപ്പൊ എന്താണ്, ബൈജക്റ്റീവ് ആണ് എന്ന് കിട്ടി. അപ്പൊ ബോത്ത് 1 1 ആൻഡ് ഓൺ 2 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് ബൈനറി ഓപ്പറേഷൻസ് ഓൺ എ സെറ്റ് വിത്ത് n എലിമെന്റ്സ് ഈസ്. n എലിമെന്റ്സിലുള്ള സെറ്റിന്റെ ബൈനറി ഓപ്പറേഷൻസ് എത്ര എണ്ണാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, അതായത് എ ക്രോസ് എ എന്നുള്ള ഒരു ബൈനറി ഓപ്പറേഷൻ ആണ് വെച്ചെങ്കിൽ n² എലിമെന്റ്സ് ആണ് ഉണ്ടാവുക അല്ലെ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം, n⁻n² എന്ന് പറയാം. സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരാം. എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഒരു $സൈൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമില്ല. n⁻n² ആണ് വേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് -1/2 ഈസ്. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് -1/2 ഈസ്. ഏതാണ് ആൻസർ വരിക? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ, -5/6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. If A is a 3/3 matrix such that determinant A equal to 5, then determinant 3A equal to എന്താണ് വരിക? ഡിറ്റർമിനന്റ് 3A equal to 3n അല്ലെ. 3n എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 3 ആണ്. അപ്പൊ 3 into 5 അല്ലെ. എന്താണ്, ഡിറ്റർമിനന്റ് KA equal to k⁻n. ഡിറ്റർമിനന്റ് A ആണ്. ഏത് മെട്രിക്സിന്? n/n മെട്രിക്സിന്. അപ്പൊ ഇവിടെ എന്താണ്, 3/3 മെട്രിക്സ് ആണ്.
അപ്പൊ നമുക്ക് എന്ത് വരും? 3 ഇൻറ്റു ഡിറ്റർമിനന്റ് എ അല്ലെ? ഡിറ്റർമിനന്റ് എ 5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 3 ഇൻറ്റു 5. അപ്പൊ എത്രയാണ് ആൻസർ വരിക? 135 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സ്ക്യൂ സിമെട്രിക് ഇഫ്. സ്ക്യൂ സിമെട്രിക് ആവണം വെച്ചെങ്കിൽ എന്താണ് കണ്ടീഷൻ? അതിന്റെ ഡെഫിനേഷൻ ആണ് അല്ലെ? എ ഡാഷ് ഈക്വൽ ടു മൈനസ് എ. അങ്ങനെ ആവുമ്പോഴാണ് സ്ക്യൂ സിമെട്രിക് ആവുക. സിമെട്രിക് ആവണം വെച്ചെങ്കിൽ എ ഡാഷ് ഈക്വൽ ടു എ. സ്ക്യൂ സിമെട്രിക് ആവണം വെച്ചെങ്കിൽ എ ഡാഷ് ഈക്വൽ ടു മൈനസ് എ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The function f of x equal to mod x is. f of x equal to mod x is എന്താണ് ആൻസർ വരിക? കണ്ടിന്യൂസ് ബട്ട് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് x equal to 0 അല്ലേ? എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് അറിയില്ല എങ്കിൽ എക്സ്പ്ലനേഷൻ വായിച്ചു നോക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ദെൻ dy ബൈ ഡി എക്സ് ഈക്വൽ ടു. തിയറിയാണ് അല്ലേ? എന്താണ് ആൻസർ വരിക? 1/√(1 മൈനസ് എക്സ് സ്ക്വയർ). എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റോൾസ് തിയറം ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ -1 1 ബിക്കോസ്. എന്താണ് ആൻസർ വരിക? എന്തുകൊണ്ടാണ് വരാത്തത്? നോട്ട് ഡിഫറൻഷ്യബിൾ ഇൻ ഓപ്പൺ ഇന്റർവൽ -1 1 അതല്ലേ വരിക? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് സീക് സ്ക്വയർ എക്സ് പ്ലസ് ടാൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു. എന്താണ് ആൻസർ വരിക? ഇന്റഗ്രൽ ഇ റേസ് ടു എക്സ് സീക് സ്ക്വയർ എക്സ് പ്ലസ് ടാൻ എക്സ് ഡി എക്സ്. ആൻസർ ഇ റേസ് ടു എക്സ് ടാൻ എക്സ് പ്ലസ് സി. ചെയ്ത് നോക്കിയാൽ മതി, അപ്പൊ കിട്ടും. Next question. The order of differential equation d square y by dx square plus sin of dy by dx equal to 0 is. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും നിങ്ങൾ പഠിച്ചു പോണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലേ? ഓർഡർ എന്താണ് വരിക? ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്താണ്? ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അല്ലേ? അപ്പോൾ ഓർഡർ എന്താണ് വരിക? 2 എന്നാണ് വരിക. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ വെക്ടർ ഓഫ് മാഗ്നിറ്റ്യൂഡ് 5 along z axis is. along z axis അല്ലേ? അപ്പൊ എന്താണ് വരിക? 5k വെക്ടർ. യൂണിറ്റ് വെക്ടർ along z axis k വെക്ടർ ആണ്. അപ്പൊ 5k വെക്ടർ എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a dot b equal to 0 then vectors are. a dot b 0 ആണ് വെച്ചെങ്കിൽ എന്താണ്? ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണ് വെച്ചെങ്കിൽ കോസ് തീറ്റ എന്താവും? 0 ആവും. തീറ്റ എന്ന് പറയുന്നത് അപ്പൊ എന്താവും? 90 ഡിഗ്രി ആവും. 90 ഡിഗ്രി ആവുമ്പോ എന്താവും? പെർപെൻഡിക്കുലർ ആവും. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ സാറ്റിസ്ഫൈസ്. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എ ലൈൻ സാറ്റിസ്ഫൈസ് സ്റ്റാൻഡേർഡ് ഐഡന്റിറ്റി ഫോർ ഡയറക്ഷൻ കോസൈൻസ് ആണ്. അപ്പൊ എന്താണ് ആൻസർ? എന്താണ്? എൽ സ്ക്വയർ പ്ലസ് എം സ്ക്വയർ പ്ലസ് എൻ സ്ക്വയർ ഈക്വൽ ടു 1. സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഫീസിബിൾ റീജിയൻ ഫോർ ആൻ എൽ പി പി ഈസ് ഓൾവേസ്. എന്തായിട്ടാണ് വരിക? കോൺവെക്സ്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദ ഫീസിബിൾ റീജിയൻ ഫോർ ആൻ എൽ പി പി ഈസ് ഓൾവേസ് കോൺവെക്സ്. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. Next question. If P of A equal to 0.3, P of B equal to 0.4, A and B are independent, then P of A intersection B. ഇത് ഞാൻ ഇന്നലെ തന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഇൻഡിപെൻഡന്റ് ആവുമ്പോ എന്താവും? P of A intersection B എന്ന് പറയുന്നത് എന്താവും? P of A into P of B ആവും അല്ലേ? അപ്പൊ 0.3 into 0.4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.12 അല്ലേ? അപ്പൊ P of A intersection B എന്താവും? 0.12 എന്നുള്ളതാവും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൽ പി ഓഫ് എ യൂണിയൻ ബി കാണാനായിരുന്നു. ഇത് ഇവര് പറയുന്നത് എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കാണാനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ബി ഓഫ് എൻ പി. എൻ പി ഈസ് എന്താണ് വരിക? സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് അല്ലെ?
ഏതാണ് NP എന്നുള്ളതാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മാട്രിക്സ് വിത്ത് ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഈസ് എന്ത് മാട്രിക്സ് ആണ് വരിക? സ്ക്വയർ മാട്രിക്സ് ആണ് അല്ലെ. ഈക്വൽ നമ്പർ ഓഫ് കോളംസ് ആൻഡ് റോസ് ആവുമ്പോൾ സ്ക്വയർ മാട്രിക്സ് ആണ്. ഡെഫിനേഷൻ ആണ്. ഇഫ് f of x equal to x square then f is f of x equal to x square ആവുമ്പോൾ f എന്താവും? ആൻസർ എന്താണ് വരിക? നോട്ട് 1 1 on r. Not 1 1 or r ആണ് വരിക. If f of x equal to x square then f is f of 1 equal to f of minus 1 equal to 1 അല്ലേ വരിക. അപ്പൊ 1ലും -1നും വരും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? നോട്ട് 1 1 ആണെന്ന് പറയാൻ പറ്റും അല്ലേ. പിന്നെന്താണ്, നെഗറ്റീവ് നമ്പേഴ്സിന് റേഞ്ച് ഇല്ല അല്ലെ, റേഞ്ചിലില്ല. അപ്പൊ നമുക്ക് നോട്ട് ഓൺ ടു ഓൺ ആർ എന്ന് പറയാം. Next question, tan inverse x plus cot inverse x equal to tan inverse x plus standard identity ആണ് അല്ലേ. അതെന്താണ് വരിക? π/2. Next question, if A is invertible then determinant A inverse equal to എന്താണ് ആൻസർ വരിക? A inverse എന്താവും? A invertible ആവുമ്പോൾ A inverse എന്ന് പറയുന്നത് 1 by ഡിറ്റർമിനന്റ് A ആവില്ലേ. അപ്പൊ നമുക്ക് എന്താ ഇട്ട് പറയാം? ഏതാണ് ആൻസർ? ബി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the function f of x equal to e raised to x is ഏതായിട്ടാണ് വരിക? f of x equal to e raised to x. അപ്പൊ നമുക്ക് എന്താണ് e raised to minus x എന്ന് പറയുന്നത് e raised to x നോട് തുല്യമാണോ? അല്ല. പിന്നെ e raised to minus x എന്ന് പറയുന്നത് minus e raised to minus x minus e raised to x ആവോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? നെയ്തർ ഈവൺ നോർ ഓഡ് എന്ന് പറയാം. സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, d by dx of log mod x ഈക്വൽ ടു എന്താണ് ആൻസർ വരിക? ഡെറിവേറ്റീവ് കാണാനാണ്. ലോഗ് മോഡ് എക്സിന്റെ എന്താണ് 1/x ആണ് അല്ലേ. അപ്പൊ ഫോർ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1/x എന്നുള്ളത് പറയാം. ലോഗ് മോഡ് എക്സ് 1/x. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 1/x dx ഈക്വൽ ടു 1/x dxന്റെ ഇന്റഗ്രൽ എന്താണ് വരിക? ലോഗ് മോഡ് എക്സ് പ്ലസ് സി. ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ലോഗ് എക്സ് പ്ലസ് സി മാത്രം പറഞ്ഞാൽ പോരാ, ലോഗ് മോഡ് എക്സ് പ്ലസ് സി എന്ന് പറയണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനറൽ സൊല്യൂഷൻ ഓഫ് dy by dx ഈക്വൽ ടു ky ഈസ് ആൻസർ എന്താണ് വരിക? എ ആണ്. y ഈക്വൽ ടു സി ഇ റേസ് ടു kx. അതായത് dy by dx ഈക്വൽ ടു k ഇൻറ്റു y എന്നുള്ളത് വാരിയബിൾ സെപ്പറബിൾ ഫോം ആക്കുക. dy by y ഈക്വൽ ടു k ഇൻറ്റു dx എന്നാക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ സോൾവ് ചെയ്യുക. അത് അറിയില്ല വെച്ചെങ്കിൽ വാരിയബിൾ സെപ്പറബിൾ ഫോമിൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. HSST മാത്സ് എന്നുള്ള കോഴ്സിൽ പോയി നോക്കിയാൽ കാണാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A cross B represents എന്താണ്? A cross B represents ഏതാണ്? ഏരിയ ഓഫ് പാരലലോഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാഗ്നിറ്റ്യൂഡ് ഓഫ് A cross B കേട്ടോ. മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്രോസ് പ്രോഡക്റ്റ് A cross B ഈക്വൽ ടു എന്താണ്? ഏരിയ ഓഫ് പാരലലോഗ്രാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്വേഷൻ ഓഫ് XY പ്ലെയിൻ ഈസ് XY പ്ലെയിൻ ആവുമ്പോൾ Z എന്താവും? 0 ആവും അല്ലെ. അപ്പൊ Z ഈക്വൽ ടു 0 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം അല്ലെ, LPP ഒപ്റ്റിമൽ സൊല്യൂഷൻ ഒക്കേഴ്സ് അറ്റ് ഏത് പോയിന്റിലാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എത്തുക? ആൻസർ എന്താണ് വരിക? കോർണർ പോയിന്റ് ഓഫ്
ഫീസിബിൾ റീജിയനിലല്ലേ വരിക. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് വെച്ചെങ്കിൽ എന്താണ്, എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളത് 0 ആയി പോവും. അപ്പൊ പി ഓഫ് എ യൂണിയൻ ബി എന്ത് വരും, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ്, വാരിയൻസ് എന്താണ് വരിക, എൻ പി ക്യു. വാരിയൻസ് എങ്ങനെയാണ് വരിക, എൻ പി ഇൻറ്റു 1 മൈനസ് പി ആണ് വരിക. അപ്പൊ എൻ പി ക്യു ആവും. 1 മൈനസ് പി എന്ന് പറയുന്നത് ക്യൂ അല്ലേ, അപ്പൊ എൻ പി ക്യു ആവും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഐഡന്റിറ്റി എലിമെന്റ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ഈസ്, ആൻസർ എന്താ വരിക, ഐഡന്റിറ്റി മെട്രിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ്, ഡൊമൈൻ എന്താണ് വരിക, അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് എവിടെയാണ് ഡിഫൈൻ ചെയ്യണേ, -1നും 1നും ഇടയിലാണ് അല്ലെ. അപ്പം -1നും -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, ക്ലോസ്ഡ് ഇന്റർവെൽ -1 1 എന്ന് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, ഇഫ് y ഈക്വൽ ടു a റേസ് ടു എക്സ് ദെൻ dy ബൈ dx ഈക്വൽ ടു, എന്താണ് ആൻസർ വരിക, y a റേസ് ടു എക്സ്. അപ്പൊ നമുക്ക് എന്താണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആയിട്ട് എടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് a റേസ് ടു എക്സ് ലോഗ് a. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Lagrange's mean value theorem is applicable to f of x equal to x square in, സോറി, എന്താണ്, Lagrange's mean value theorem is applicable to f of x equal to x square, എന്താണ് വരിക, ആൻസർ എ ആണ് വരിക, യെസ് എന്നുള്ളതാണ് കേട്ടോ. അത് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു, ഇന്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്താ വരിക, മൈനസ് കോസ് എക്സ് പ്ലസ് സി, ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ 1 പ്ലസ് dy ബൈ dx സ്ക്വയർ ഹോൾ റേസ് ടു 3/2 ഈക്വൽ ടു d സ്ക്വയർ y ബൈ dx സ്ക്വയർ ഈസ്, ഡിഗ്രി ആണ് ചോദിച്ചിരിക്കണേ. അപ്പൊ നമുക്ക് എന്താ വരിക, ആൻസർ ഏതാണ് വരിക, ആൻസർ നോക്കി നോക്കൂ. അതായത് ബോത്ത് സൈഡ് സ്ക്വയർ ചെയ്യണം, അപ്പോഴല്ലേ നമുക്ക് ഹോൾ ക്യൂബ് ഹോൾ സ്ക്വയർ റേസ് ടു 3 എന്ന് വരും അല്ലെ. 1 പ്ലസ് dy ബൈ dx സ്ക്വയർ ഹോൾ ക്യൂബ് എന്ന് വരും അല്ലെ. അപ്പൊ ഹയസ്റ്റ് ഓർഡർ എന്താണ്, 2 ആണ്. പവർ അപ്പൊ എന്താണ് വരിക, പവർ 2 അല്ലേ വരിക. ഒന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കണേ, കാരണം നമ്മൾ കുറച്ച് വേഗത്തിലാണ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോന്ന് അറിയില്ല, കാരണം എന്തെങ്കിലും ഉണ്ടെച്ചെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഈക്വൽ ടു ഐ പ്ലസ് ജെ പ്ലസ് കെ ദെൻ എ വെക്ടർ ഈക്വൽ ടു, എന്താണ് ആൻസർ ആയിട്ട് വരിക, മാഗ്നിറ്റ്യൂഡ് എന്താ വരിക, റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ വരിക. അപ്പൊ എന്താണ് വരിക, √3. അപ്പൊ സി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് ഐ ആൻഡ് ജെ ഈസ്, എങ്ങനെയാണ് ആംഗിൾ ബിറ്റ്വീൻ ഐ ആൻഡ് ജെ എന്ന് കാണുക, ഐ ഡോട്ട് ജെ ഈക്വൽ ടു 0 അല്ലേ. അപ്പോ എന്താണ് പറയാ, പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആണ് വെച്ചെങ്കിൽ എത്ര ഡിഗ്രി ആവും, 90 ഡിഗ്രി ആവും. 1 മിനിറ്റ്. അപ്പൊ പെർപെൻഡിക്കുലർ ആവുമ്പോ എന്താവും, 90 ഡിഗ്രി ആവും കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ 1 2 3 വിത്ത് ഡയറക്ഷൻ റേഷ്യോസ് 2 3 4 ഈസ്. ആൻസർ എന്താണ് വരിക? എ ആണ് വരിക. എക്സ് മൈനസ് 1/2 ഈക്വൽ ടു y മൈനസ് 2/3 ഈക്വൽ ടു z മൈനസ് 3/4. എങ്ങനെയാണ് അത് ചെയ്യണത്? എക്സ് മൈനസ് x1/a ഈക്വൽ ടു y മൈനസ് y1/b ഈക്വൽ ടു z മൈനസ് z1/c എന്നുള്ള സ്റ്റാൻഡേർഡ് സിമെട്രിക് ഫോമിലാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കോർണർ പോയിന്റ്സ് ഓഫ് ഫീസിബിൾ റീജിയൻ ആർ കോൾഡ്. എന്താണ് വിളിക്കുക? ആൻസർ ബി ആണ്, എക്സ്ട്രീം പോയിന്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പി ഓഫ് എ ഡാഷ് ഈക്വൽ ടു എന്താണ് വരിക? 1 മൈനസ് പി ഓഫ് എ അല്ലേ? പി ഓഫ് എ ഡാഷ് ഈക്വൽ ടു 1 മൈനസ് പി ഓഫ് എ 11th ക്വസ്റ്റ്യൻസ് ആണ്. 11th NCERT ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഇതൊക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് ബി ഓഫ് 4 1/2 then p of x equal to 2 equal to എന്താണ് ആൻസർ വരിക? ചെയ്തു നോക്കുക കേട്ടോ. 4c2 1/2 ഹോൾ സ്ക്വയർ 1/2 ഹോൾ സ്ക്വയർ എന്നുള്ളതാണ് വരിക. അപ്പൊ നമുക്ക് എന്ത് വരും? ആൻസർ ബി ആണ്, 3/8 എന്നാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസ്പോസ് ഓഫ് എ റോ മെട്രിക്സ് ഈസ്. ട്രാൻസ്പോസ് എന്താണ് വരിക? കോളം മെട്രിക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6. കോസ് 7π/6 എന്ന് പറഞ്ഞാൽ π + π/6 അല്ലെ? അപ്പൊ നമുക്ക് എന്താ വരിക? ആൻസർ എന്ത് വരും? 5π/6 ആണ് ആൻസർ ആയിട്ട് വരിക. കോസ് പൈ പ്ലസ് π/6 വരുമ്പോൾ -√3/2 വരും. അപ്പൊ കോസ് ഇൻവേഴ്സ് ഓഫ് √3/2 -√3/2 അത് എത്രയാ വരാ? 5π/6 ആണ് വരാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഈസ് സിമെട്രിക് ദെൻ എ സ്ക്വയർ ഈസ്. എ സ്ക്വയർ അപ്പൊ എന്താവും? സിമെട്രിക് ആവും. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫംഗ്ഷൻ f of x equal to function f of x equal to is continuous at 1 minute. ക്വസ്റ്റ്യൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇഫ് ഫംഗ്ഷൻ f of x equal to is ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പൊ എന്താണ് ആൻസർ വരിക? ആൻസർ എ ആണ്, ഓൾ ഇന്റിജേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് e raised to x is. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് e raised to x. e raised to x ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ത് വരും? e raised to x തന്നെ വരും. അപ്പൊ ഇനി അടുത്ത ഡെറിവേറ്റീവ് എന്ത് വരും? e raised to x തന്നെ വരും. അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും? e raised to x. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 0 to π/2 sin x dx. ഇന്റഗ്രൽ 0 to π/2 sin x dx എന്താണ്? സൈൻ എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? മൈനസ് കോസ് എക്സ് ആണ്. 0 to π/2 വരും. അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും? 1 എന്ന് വരും. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ഓഫ് dy/dx പ്ലസ് py ഈക്വൽ ടു q ഈസ്. അപ്പൊ ഇതിൽ എന്ത് വരണം? ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ ആവുമ്പോൾ e raised to ഇന്റഗ്രൽ p dx വരണം അല്ലേ? എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. പ്രൊജക്ഷൻ ആവുമ്പോൾ എങ്ങനെയാണ് വരിക? a.b by b മാഗ്നിറ്റ്യൂഡ് b അല്ലേ? a.b by മാഗ്നിറ്റ്യൂഡ് b. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ.
Next question. Shortest distance between skew lines is along. Answer എന്താണ് വരിക? Shortest distance between skew lines is along perpendicular to both. B എന്നുള്ളതാണ് correct option. Next question നോക്കാം. Objective function in LPP is. Answer എന്താണ് വരിക? Linear. Next question. If E and F are independent, P of E intersection F equal to independent ആവുമ്പോൾ എന്ത് വരും? P of E intersection F. അപ്പോൾ എന്താണ് ആൻസർ വരിക? P of E into P of F. B എന്നുള്ളതാണ് correct option. Next question. Mean and variance of Poisson distribution are. Poisson distribution equal ആണ് കേട്ടോ. മീനും വാരിയൻസും ഓഫ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആർ ഈക്വൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ ദെൻ ബി ഈക്വൽ ടു. ബി എന്താവണം? ഇൻവേഴ്സ് ആവണം അല്ലേ? അപ്പൊ എന്താണ് ആൻസർ വരിക? എ ഇൻവേഴ്സ്. ബി ഈക്വൽ ടു എ ഇൻവേഴ്സ് ആവണം എങ്കിലേ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ എന്ന് വരുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റേഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഈസ്. കോസ് ഇൻവേഴ്സ് എക്സിന്റെ റേഞ്ച് എന്താണ്? ഏതാ വരാ? 0 to pi. ക്ലോസ്ഡ് ഇന്റർവെൽ 0 to pi. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഈസ്. കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ sec square x dx. sec square x dx ഇന്റഗ്രൽ അല്ലെ? എന്തിന്റെ ഡെറിവേറ്റീവ് ആണ് sec square x? tan x ന്റെ ആണ്. അപ്പൊ ഇന്റഗ്രൽ sec square x എന്ന് പറഞ്ഞാൽ എന്താ വരും? tan x plus c എന്നല്ലേ വരിക? അപ്പൊ a എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോംഡ് ബൈ y equal to a e raised to x b e raised to minus x is. 2 ആർബിട്രറി കോൺസ്റ്റന്റ് ആണുള്ളത്. അപ്പോൾ ഓർഡർ എന്താവും? 2 ആവും. അപ്പോൾ അതായത് y2 ഡാഷ് മൈനസ് y ഈക്വൽ ടു 0. അപ്പോൾ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ വെക്ടർ ബി വെക്ടർ സി വെക്ടർ ആർ കോപ്ലാനാർ ദെൻ. കോപ്ലാനാർ ആണ് വെച്ചെങ്കിൽ എ ബി സി ഇത് എന്താ വരും? 0 വരും അല്ലേ? സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് അല്ലേ ഇത്? സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എ ബി സി എന്ത് വരും? 0 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് 1 2 3 ഫ്രം XY പ്ലെയിൻ ഈസ്. അതായത് ഇതില് XY പ്ലെയിൻ ആണ്. അപ്പൊ Z 0 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് Z എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 3 ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും? 3 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്റ്റൻസ് എ ഫീസിബിൾ റീജിയൻ ഈസ് ബൗണ്ടഡ് ഇഫ്. ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് ആവണം വെച്ചെങ്കിൽ എന്താണ്? ഡെഫിനേഷൻ വെച്ചിട്ട് എന്ത് പറയണം? ഇറ്റ് ക്യാൻ ബി എൻക്ലോസ്ഡ് ഇൻ എ സർക്കിൾ. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബേസ് തിയറം ഈസ് യൂസ്ഡ് ഫോർ. ബേസ് തിയറം ഏതിനാണ് യൂസ് ചെയ്യണത്? കണ്ടീഷണൽ പ്രോബബിലിറ്റി. കണ്ടീഷണൽ ബേസ് തിയറം വെച്ചിട്ടുള്ള പ്രോബ്ലംസ് HSAക്ക് കണ്ടിട്ടുണ്ട്. HSSTക്ക് വരുമോന്ന് അറിയില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? സിമെട്രിക് ആണ്. നെക്സ്റ്റ്. ഇഫ് ഡിറ്റർമിനന്റ് A equal to 0 then A is.
മാഗ്നിറ്റ്യൂഡ് a ഈക്വൽ ടു 0 അല്ലെ, then a is a എന്താന്ന് പറയണം, ഡിറ്റർമിനന്റ് 0 ആവുമ്പോൾ എന്താവും, സിംഗുലർ ആവും അല്ലെ. സിംഗുലർ ആവുമ്പോൾ എന്താണ്, നോ ഇൻവേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ആൻസർ എന്താ പറയാ, സിംഗുലർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരാം. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എന്താണ് ആൻസർ വരിക, 5/2. ഐഡന്റിറ്റി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, if f of x equal to k for all x, then f dash x equal to f dash x എന്ത് വരും, f of x k ആണെച്ചെങ്കിൽ f dash x 0 വരും. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് 0 അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ e raised to x dx എന്താണ്, e raised to x plus c. പലതരത്തില് വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൊല്യൂഷൻ ഓഫ് dy by dx equal to y by x is എന്താണ് സൊല്യൂഷൻ. ഇത് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണ് കേട്ടോ. dy by y equal to x dx എന്ന് വരും. അപ്പൊ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് വരും, y equal to cx എന്ന് വരും. a എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യൂണിറ്റ് വെക്ടർ അലോങ് എ വെക്ടർ ഈസ്. യൂണിറ്റ് വെക്ടർ എന്താണ് വരിക, എ വെക്ടർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ വെക്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് വിത്ത് 1 minute. Okay. Angle between 2 lines with directional ratios 1, 1, 2 and 2 minus 1, 1 is. എങ്ങനെയാണ് ഡയറക്ഷണൽ റേഷ്യോസ് കാണാം. കോസ് തീറ്റ ഈക്വൽ ടു a1 a2 പ്ലസ് b1 b2 പ്ലസ് c1 c2ന്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് b1 സ്ക്വയർ പ്ലസ് c1 സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് a2 സ്ക്വയർ പ്ലസ് b2 സ്ക്വയർ പ്ലസ് c2 സ്ക്വയർ. ഇങ്ങനെയല്ലേ വരിക. ലൈൻ തന്നിരിക്കുന്നത് എന്താണ്, 1, 1, 2ഉം 2 മൈനസ് 1ഉം 1ഉം ആണ്. അപ്പൊ നമുക്ക് എന്ത് കാണാം, മാഗ്നിറ്റ്യൂഡ് കാണാം അല്ലേ. മാഗ്നിറ്റ്യൂഡ് ഓരോന്നിൻ്റെയും കാണാം. പിന്നെ എന്ത് വേണം, a1 a2 b1 b2 c1 c2 ആണ്. അത് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ആൻസർ എന്തായിട്ട് കിട്ടും, ഇവിടെ കോസ് തീറ്റ എന്ന് പറയുന്നത് 3/6 ആയിട്ട് കിട്ടും. അപ്പോൾ തീറ്റ എന്ത് വരും, കോസ് ഇൻവേഴ്സ് 1/2 ആണ്. അപ്പോൾ 60 ഡിഗ്രി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് കൺസ്ട്രെയിൻസ് ഓഫ് LPP ആർ ഇൻകൺസിസ്റ്റന്റ് then എന്താണ് ആൻസർ ആയിട്ട് വരിക, നോ ഫീസിബിൾ സൊല്യൂഷൻ അല്ലേ. നോ ഫീസിബിൾ സൊല്യൂഷൻ എന്നുള്ളതാണ് ആൻസർ. പി ഓഫ് എ ഡിവൈഡ്സ് ബി ഈക്വൽ ടു എങ്ങനെയാണ് പറയുക, പി ഓഫ് എ ഡിവൈഡ്സ് ബി ഈക്വൽ ടു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെയാ കാണാം, റൂട്ട് ഓഫ് വാരിയൻസ്. റൂട്ട് വാരിയൻസ് ആണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സിഗ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എ ഈസ് 2/3 ആൻഡ് ബി ഈസ് 3/4 ഓർഡർ ഓഫ് എ ബി ഈസ് എന്താണ് വരിക, 2/4 അല്ലേ. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 എന്താണ് ആൻസർ വരിക, 5/4. ടാനിന് 1 എന്ന് പറയുന്നത് 5/4ലാണ്. ഇഫ് y ഈക്വൽ ടു ലോഗ് ഓഫ് സൈൻ എക്സ് ദെൻ dy ബൈ dx ഈക്വൽ ടു എന്ത് വരും, 1/sin x ഇൻറ്റു സൈൻ എക്സിന്റെ എന്താണ് കോസ് എക്സ്. അപ്പൊ കോസ് എക്സ് ബൈ സൈൻ എക്സ് വരും. അപ്പൊ എന്താണ് കോട്ട് എക്സ്. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ 1/1 പ്ലസ് x സ്ക്വയർ dx എന്താണ് വരിക, ടാൻ ഇൻവേഴ്സ്
x plus c. Next. Solution of 1 plus y square into dx plus 1 plus x square into dy equal to 0 is. Separate here. Dx by 1 plus x square equal to minus dy by അങ്ങനെയൊക്കെ പറ്റില്ലേ നോക്കുക. dx by 1 plus x square plus dy by 1 plus y square equal to 0 എന്നാക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വരും? tan inverse x plus tan inverse y equal to c. A എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A cross A ക്രോസ് പ്രോഡക്റ്റ് ഓഫ് എ വെക്ടർ ഇറ്റ്സെൽഫ് എന്താണ്? 0 ആണ്. ക്രോസ് പ്രോഡക്റ്റ് വെക്ടർ ഇറ്റ്സെൽഫ് 0. Next question. Equation of plane with intercepts 1, 2, 3 is. Intercept form എന്താണ്? x by a plus y by b plus z by c equal to 1 അല്ലേ? x by 1 plus y by 2 plus z by 3 equal to 1. ഏതാണ് ആൻസർ വരിക നോക്കൂ? ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In LPP, if feasible region is empty, problem is. Problem എന്താണ് വരിക? No solution exist ആണ് വരിക അല്ലേ? അപ്പൊ നമുക്ക് infeasible എന്ന് പറയാം. Two events A and B are independent. If independent ആവണമെങ്കിൽ എന്ത് വേണം? P of A intersection B equal to P of A into P of B. Next question. For normal distribution, mean equal to median equal to mode. ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ്. മീനും മീഡിയനും മോഡും സെയിം ആണ് എന്നുള്ളത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ. അത് ട്രൂ ആണ് അല്ലേ? ട്രൂ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. adjoint AB equal to adjoint AB equal to adjoint B into adjoint A. B എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡൊമൈൻ ഓഫ് sec inverse x is. ഡൊമൈൻ ഓഫ് sec inverse x എന്താണ് വരിക? sec തീറ്റ എന്ന് പറയുന്നത് x ആണ് വെച്ചെങ്കിൽ മോഡ് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും? മൈനസ് ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1. ബി എന്നുള്ള -1 ക്ലോസ്ഡ് ഇന്റർവൽ -1 to 1 വരുമോ? ഇല്ല. -∞ to -1 പിന്നെ യൂണിയൻ 1 to ഇൻഫിനിറ്റി ഇതല്ലേ വരിക? അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If y equal to x raised to x, then dy by dx equal to എന്താണ് വരിക? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ആൻസർ എന്ത് വരും? x raised to x into 1 plus log x. A എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ cos x dx equal to cos x dx എന്താണ്? sin x plus c. A എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. സിമ്പിൾ ആണ്. ഇങ്ങനത്തെ ഒക്കെ കിട്ടിയാൽ മതി അല്ലേ? അപ്പൊ പിന്നെ എല്ലാവരുടെയും എല്ലാം ശരിയാവും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പർട്ടിക്കുലർ ഇന്റഗ്രൽ ഓഫ് dy by dx equal to 2x when y of 0 equal to 1 is. y dy by dx 2x ആണ് വെച്ചെങ്കിൽ എന്താണ് വരിക? ചെയ്തു നോക്കുക കേട്ടോ. ചെയ്തു നോക്കുമ്പോൾ നമുക്ക് കിട്ടും y equal to x square plus 1 എന്നുള്ളത്. Next question. If a equal to b equal to 1, magnitude a equal to b equal to 1, a dot b equal to 1 by 2, ആംഗിൾ എന്താണ് കാണുക? ആംഗിൾ എങ്ങനെയാണ് കാണുക? ആംഗിൾ കാണാൻ വേണ്ടി cos theta equal to a dot b by magnitude a into magnitude b അല്ലേ? അത് എന്ന് പറയുന്നത് 1 by 2 വരും. അപ്പൊ നമുക്ക് cos theta എന്ന് പറയുന്നത് 1 by 2 ആവുമ്പോൾ തീറ്റ എന്ന് വരും? cos inverse 1 by 2 അതായത് 60 ഡിഗ്രി വരും.
അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് സെഡ് ആക്സിസ് ആർ. ഡയറക്ഷണൽ റേഷ്യോസ് ഓഫ് സെഡ് ആക്സിസ് എന്താണ്? 0 0 1. സെഡിൽ മാത്രം 1, ബാക്കിയെല്ലാം 0. അതല്ലേ സെഡ് ആക്സിസ്. എക്സും വൈയും 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് LPP ഈസ് യൂസ്ഡ് വെൻ വാരിയബിൾസ് ആർ. വാരിയബിൾസ് എന്താണ്? ഗ്രാഫിക്കൽ മെത്തേഡ് ഓഫ് LPP ഈസ് യൂസ്ഡ് വെൻ വാരിയബിൾസ് ആർ. രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിലാണ് ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് 2 എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ആൻസർ എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് P of A equal to P of B equal to P of A intersection B, then A and B are എയും ബിയും അപ്പൊ എന്തായിരിക്കും? ഈക്വൽ ആവണം എങ്കിലേ എ ഇന്റർസെക്ഷൻ ബിയും പി ഓഫ് എയും പി ഓഫ് ബിയും എല്ലാം സെയിം ആവുള്ളൂ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഈസ് ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ വെൻ. ആൻസർ എന്താ വരിക? n tends to infinity, p tends to 0, np equal to lambda. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. സ്റ്റാൻഡേർഡ് പോയ്സോൺ അപ്രോക്സിമേഷൻ ആണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ if a square equal to a, then a is. a square a ആണെച്ചെങ്കിൽ a എന്താവും? ഐഡംപോട്ടന്റ് ആവും. ഐഡംപോട്ടന്റ് ആണ്, അതിന്റെ ഡെഫിനേഷൻ ആണ് അത്. if a square equal to a, then a is idempotent. Next question sin inverse of sin 2 pi by 3. ആൻസർ പൈ ബൈ 3 എന്നുള്ളതാണ്, ബി എന്നുള്ളതാണ് വരിക കേട്ടോ. സൈൻ ഓഫ് 2 pi by 3 ഈക്വൽ ടു √3/2 കിട്ടും. അപ്പം നമ്മൾ ആൻസർ പൈ ബൈ 3യിലേക്ക് എത്തും കേട്ടോ. ചെയ്തു നോക്കിയാൽ മതി, കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് അല്ലെ, 1/1 പ്ലസ് എക്സ് സ്ക്വയർ. എ എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 0 to 1 x dx ഈക്വൽ ടു. എളുപ്പമുള്ള കാര്യമാണ് അല്ലെ. എക്സിന്റെ ഇന്റഗ്രൽ എന്താണ്? x²/2 ആണ്. 0 to 1 കൊടുക്കുമ്പോൾ 1/2 മാത്രമായിട്ട് വരും. അപ്പൊ ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാമിലി y ഈക്വൽ ടു mx റെപ്രസെന്റ്സ്. ഏതാണ് റെപ്രസെന്റ് ചെയ്യുക? y dash equal to y by x. Differential equation y dash equal to y by x. Next question, if a vector plus b vector plus c vector equal to 0, magnitude a vector equal to 3, magnitude b vector equal to 5, c vector equal to 7, angle between a b. ആൻസർ എന്താണ് വരിക? 60 ആണ് വരിക കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രീവിയസ് ഇയർ എന്നുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകണം. എന്തായാലും നിങ്ങൾക്ക് എ വെക്റ്റർ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടത് എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ പ്ലസ് സി വെക്റ്റർ 0 ആവുമ്പോൾ സി വെക്റ്റർ സി സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? മാഗ്നിറ്റ്യൂഡ് ഓഫ് സി സ്ക്വയർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ പ്ലസ് 2ab cos θ അല്ലേ. അത് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിച്ചുകൊണ്ട്, കൂടുതൽ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ, മാത്സിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലിയറൻസോ വേണമെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്ട് ചെയ്യാം. കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ 9061331175. വാട്സപ്പ് മാത്രമേ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ എന്തായാലും എക്സാം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.